ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ കുളിയെ ഒന്നൊന്നര കുളിയാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അറിഞ്ഞാലോ? ഈ ഐറ്റത്തിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നതേ ബാംഗ്ലൂരിൽ ഹയർ സ്റ്റഡീസിന് വന്നപ്പോഴാണ്. ഇതിനാദ്യം വേണ്ടത് പച്ചരിയാണ്. ഞാൻ സോനാമസൂരിയാണ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ബോയിൽഡ് റൈസ് എടുത്താലും മതി. പണ്ട് ആ സമയത്തെ ഏതൊരു പുറം നാട്ടുകാരനെ പോലെയും എനിക്കും ബാംഗ്ലൂരിലെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഈ ഐറ്റം മാത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആകെ ഈ ഐറ്റം മാത്രമേ ഞാൻ എൻ്റെ ഹോസ്റ്റൽ ദിനങ്ങളിൽ തുടക്കകാലത്തൊക്കെ കഴിച്ചിരുന്നുള്ളൂ. ഇപ്പം പിന്നെ ഞാൻ ബാംഗ്ലൂർ ഫുഡിൻ്റെ ഫാനാണ് കേട്ടോ. അരി കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ഇപ്പം തോരൻ പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് കടലപ്പരിപ്പും നിലക്കടലയും, അതും ഇതിൻ്റെ കൂടെ ചേർക്കുക. നിങ്ങളറിഞ്ഞോ, പ്രശസ്തമായിട്ടുള്ള ടൈം ഔട്ട് മാഗസിൻ പുറത്തുവിട്ട 2026 ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണ നഗരങ്ങളുടെ പട്ടികയിൽ ബാംഗ്ലൂർ ഇടം നേടിയത്രേ. ബാംഗ്ലൂരിന് 13ാമത്തെ സ്ഥാനമാണ്. അതിനിടയ്ക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഗ്രീൻ പീസ് ആഡ് ചെയ്തു, പിന്നെ പൊട്ടറ്റോ, പിന്നെ ക്യാരറ്റ് എല്ലാം ഇതുപോലെ സ്ക്വയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഇത് വളരെ പണ്ട് തൊട്ടേ കർണാടകയിലുള്ള ഒരു വിഭവമാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴും എവർ ഗ്രീനായിട്ട് ഇതിങ്ങനെ തുടർന്നു പോകുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് 2 വിധത്തിലുണ്ടാക്കാം. ഒന്ന് 1 പോട്ടായിട്ട്, അതായത് എല്ലാം ഒന്നിച്ച് കുക്കറിലിട്ടിട്ട് അടിച്ചിട്ട്, രണ്ടാമത്തെ കുറച്ചും കൂടി ടേസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ കുറച്ച് ടേസ്റ്റും നിറവും മണമൊക്കെ കൂടുതലായിരിക്കും. ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാനതിൽ ആഡ് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ അല്ലേ? ചെറിയുള്ളി ആഡ് ചെയ്തു, തക്കാളി ആഡ് ചെയ്തു, പിന്നെ പാത്രം ഒന്ന് മാറ്റി. പിന്നെ ബീൻസ് ആയിരിക്കട്ടെ നല്ലത്. ഞാനിവിടെ അച്ചിങ്ങപ്പയറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കുക. അത് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പുളി എടുത്തിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ. പിന്നെ ഈ ഡിഷിൻ്റെ പേര് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും, ബിസിബെല്ലേ ബാത്ത്. ചിലർ ബിസിബെല്ല ബാത്ത് എന്നും പറയട്ടോ. പ്രൊനൗൺസിയേഷനിലൊന്നും നോക്കണ്ട, കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ വെള്ളമെന്നുള്ളത് കണ്ണൂരിലെത്തുമ്പോൾ അത് വെള്ളമാവും. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രൊനൗൺസിയേഷനിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്കിപ്പോൾ ബിസിബെല്ലേ ബാത്ത് പറയാം, അങ്ങനെയാണ് ഞാൻ പറയാറ്. അപ്പോൾ ഈ ബിസിബെല്ലേ ബാത്തിന് വേണ്ടി ഇതിപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത റൈസ് ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് എന്നാണ് മീനിങ്. പിന്നെ ബെല്ലേ എന്ന് പറയുന്നത് ഈ പയറുവർഗ്ഗങ്ങളെയാണ്, ധാന്യം, പരിപ്പ്, പയറുവർഗ്ഗങ്ങളെയാണ് ബെല്ലേ എന്ന് പറയുന്നത്. പിന്നെ ബാത്ത് എന്ന് പറയുന്നത് കുളി തന്നെയാണ്. പക്ഷെ അതെന്ത് കുളിയാണ് അത് ഞാൻ പറയാം. അതായത് പ്രോട്ടീനും വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റും ഒക്കെ റിച്ചായിട്ടുള്ള ഈ ഫുഡിനെ ഏതെങ്കിലും ഒരു വെള്ളത്തിൽ അവർ നന്നായിട്ടങ്ങ് കുളിപ്പിക്കുകയാണ്. അതും ഏതെങ്കിലും ഒരു ബാത്ത് ടബിലിട്ടിട്ട്. സോപ്പൊന്നല്ല, അവിടെ എണ്ണ വേണം, കുറച്ച് ഗ്രൗണ്ട് നട്ട്, നിലക്കടല, പിന്നെ കടുക്, ജീരകം, ഇതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. കന്നഡയിൽ കുളിക്കുന്നതിന് പല വീടുകളുണ്ടെങ്കിലും കന്നഡക്കാർ പൊതുവേ കുറച്ച് അവരുടെ എല്ലാ സെൻറ്റൻസിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡിൻ്റെയൊക്കെ കൂടി അവർ കുറച്ച് ഇംഗ്ലീഷ് കൂട്ടും. കാരണം ഇവർ ഭയങ്കര ഹൃദയവിശാലതയുള്ളവരാണ്. എല്ലാവരെയും കൈ നീട്ടിയിട്ട് അങ്ങ് സ്വീകരിക്കും. ഇവിടെ വന്നിട്ട് അവരുടെ തലയിൽ നമ്മൾ കയറാതിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അവർ സെൻമാടി, വാഗ്മാടി, റൺമാടി, അങ്ങനെ എല്ലാത്തിനും ഇംഗ്ലീഷ് ചേർക്കും. അങ്ങനെ വന്നതായിരിക്കും ഈ ബാത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ കടുക് പൊട്ടിയപ്പം ചെറിയുള്ളിയും തക്കാളിയും കറിവേപ്പിലയും ഇട്ടത് കണ്ടില്ലേ? അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ 1 സ്പൂണ് മുളക് പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് ഇടേണ്ടതാണ് ബിസിബെല്ലേ ബാത്ത് പൗഡർ. അത് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇവിടെയൊക്കെ അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നാട്ടിലും ചിലപ്പം കിട്ടുമായിരിക്കും, പക്ഷേ അത് കിട്ടില്ല എന്നോർത്ത് നിങ്ങൾ പേടിക്കുകയും വേണ്ട. നമ്മുടെ സാമ്പാർ പൊടി ഇട്ടാൽ മതി. ഏകദേശം ആ ടേസ്റ്റൊക്കെ തന്നെയാണ്. അതുപോലെ ബിസിബെല്ല ബാത്ത് പൗഡർ ഇല്ലാത്ത സമയത്ത് ഞാൻ സാമ്പാർ പൊടിയാണ് ഇടാറ്. ഇൻഫാക്റ്റ് നമ്മൾ ആ സാമ്പാർ പൊടിയായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ ഇഷ്ടം. അതുകൊണ്ട് സാമ്പാർ പൊടി ഇടുക. എന്നിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞൊഴിക്കുക. പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ ആദ്യം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട്
കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നന്നായിട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ആ ചോറുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുക. ഇനിയാണ് ശരിക്കുള്ള പ്രോസസ്സ്. ഒരു കട്ട പോലും ഇല്ലാതെ ഉടച്ച് ആ വെള്ളത്തിൻ്റെ കൂടെ ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം മുൻപ് പറഞ്ഞതുപോലെ ഈ വെള്ളത്തിലങ്ങ് കുളിപ്പിച്ചങ്ങ് എടുക്കുവാണ്. അപ്പം ഈ ബിസിബെല്ലാം ബാത്ത് മാത്രമല്ല കേട്ടോ, ഇവിടെ ടൊമാറ്റോ ബാത്തുണ്ട്, കാര ബാത്തുണ്ട്, വാങ്കി ബാത്തുണ്ട്. അങ്ങനെ ബാത്തുകളുടെ വലിയൊരു നിരയാണ് ഈ കർണാടകയിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അതിലെൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് ഈ ബിസിബെല്ലേ ബാത്ത്. ഇതിങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ തന്നെ മല്ലിയില കൊണ്ടും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ അത് രണ്ടും ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം അത് രണ്ട് ഇഷ്ടമില്ലാത്തവരാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. എനിക്ക് പേഴ്സണലി മല്ലിയില ഇഷ്ടമാണെങ്കിൽ പോലും ഇവിടെ അങ്ങനെ അധികം കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഉടച്ചതിന് ശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കുക്കറിൽ ഒന്നിച്ചിട്ടിട്ട് ഈവൻ പുളിവെള്ളവും മസാലയും എല്ലാം ഒന്നിച്ചിട്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തയ്യാറാവും. അത് വിസിലൂരി നമ്മൾ ജസ്റ്റ് ഒന്ന് നെയ്യ് താളിച്ച് കൊടുത്താൽ മാത്രം മതി. ശരിക്കും ഒരു 5-6 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായി ഉടച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അടിപൊളി ബിസിബെല്ലേ ബാത്ത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ, താങ്ക് യു.